ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു വേദഭാഗത്തിലേക്ക് പോകാം. ഞങ്ങളും ഇവിടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. സഭയായി കുടുംബമായി ഞങ്ങൾ 40 ദിവസവും സഭയായി 21 ദിവസവും ഉപവാസമാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. ഇന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം 35. ലൂക്ക് ചാപ്റ്റർ 12:35. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഇവിടെ ദൈവവചനത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കെല്ലാം സുപരിചിതമായൊരു വേദഭാഗമാണ്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ആഴമായി അറിയുന്നൊരു ഭാഗമാണ് അരകെട്ടുക എന്നുള്ളതിനെക്കുറിച്ച്. കാരണം ഇസ്രായേൽ ജനം അവർ മിസ്രയീമിൽ നിന്നും അവർക്ക് വാഗ്ദത്തം ചെയ്തു കൊടുത്ത ദേശത്തേക്ക് അവർ പോകുന്നതിന് മുമ്പ് ദൈവം അവരോട് അരകെട്ടുവാൻ, അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ്, നമുക്കറിയാം അരകെട്ടുക എന്ന് പറയുമ്പോൾ ഒരു തയ്യാറെടുപ്പാണ്. കിടക്കുന്ന ഒരു വ്യക്തിക്ക് കിടക്കുന്ന അവസ്ഥയിൽ അരകെട്ടുവാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും അരകെട്ടുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് അരകെട്ടുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുവാനോ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുവാനല്ല, മറിച്ച് ഒന്ന് എഴുന്നേൽക്കുവാൻ. യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, എഴുന്നേറ്റ് പ്രകാശിക്കുക. നാം പ്രകാശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. എന്നാൽ നാം എഴുന്നേറ്റ് നമ്മുടെ അരകെട്ടി തയ്യാറാകുമ്പോഴാണ് നമുക്ക് പ്രകാശിക്കുവാനായി സാധിക്കുന്നത്. ദൈവം പറയുന്നു, നിങ്ങളുടെ അരകെട്ടിയും നമ്മുടെ ജീവിതത്തിൽ ഒരു തയ്യാറെടുപ്പാണ്. ഈ അരകെട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അതിൻ്റെ മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. ഈ അരകെട്ടുക എന്ന് പറയുമ്പോൾ ഒരു കാത്തിരിപ്പുണ്ട്. അരകെട്ടുമ്പോൾ ഒരു കാത്തിരിപ്പ്, ഒരു തയ്യാറെടുപ്പ്, ഒരു പ്രവൃത്തിക്ക് വേണ്ടി. ഒരു പടയാളിയാണെങ്കിൽ ഒരു നല്ല അവസ്ഥയിലല്ല നമ്മൾ അരകെട്ടുക എന്ന് പറയുന്നത്. കാരണം ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അരകെട്ടി ആ യുദ്ധഭൂമിയിലേക്ക് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ജയം ലഭിക്കുവാൻ തക്കവണ്ണം ഒരു പട പൊരുതുവാനായിട്ട് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഒരു അരകെട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്, ഒരു ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടിയാണ് അരകെട്ടുന്നത്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു കർഷകന്റെ ജീവിതത്തിൽ ഒരു കർഷകനാണെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വെളുപ്പിനെ എഴുന്നേറ്റ് സമയഭേദമന്യേ കർഷകൻ ആ വയലിലേക്ക് കടന്നു പോകുമ്പോൾ അരകെട്ടി, അല്ലെങ്കിൽ ഒരു താൻ കിടക്കുന്ന കിടപ്പിലല്ല അരകെട്ടുന്നത്, താൻ ഇരിക്കുന്ന ഇരിപ്പിലല്ല, മറിച്ച് താൻ എഴുന്നേറ്റ് നിന്ന് അരകെട്ടി ഒരു തയ്യാറെടുപ്പോടെ തന്നെ ആക്കി വെച്ചിരിക്കുന്ന വയലിനെ കുറിച്ചുള്ള വലിയൊരു ആഗ്രഹത്തോടെ, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി താൻ തയ്യാറെടുത്തുകൊണ്ടാണ് അവൻ്റെ കയ്യിലുള്ള വിത്തുകളുമായി ഒരു വയലിനെ തയ്യാർ ചെയ്ത് അരകെട്ടി പോകുന്നതായി നമുക്ക് കാണാം. ആ അരകെട്ടുന്ന അവസ്ഥയിൽ ഒരു കാത്തിരിപ്പുണ്ട്. കാരണം ഒരു വലിയ കൊയ്ത്തിനുള്ള കാത്തിരിപ്പ്. അതുപോലെ ഒരു പടയാളി അരകെട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു പോകുമ്പോൾ ഒരു കാത്തിരിപ്പുള്ളത് ഒരു ജയത്തിനുള്ളൊരു കാത്തിരിപ്പാണ്. എല്ലാവരുടെ ജീവിതത്തിലും, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം നമുക്ക് വിളിച്ച ഒരു വിളിയുണ്ട്, ഒരു തിരഞ്ഞെടുപ്പുണ്ട്. നമ്മുടെ ഓരോ വിളിക്കകത്തുമാണ് നമ്മുടെ അനുഭവങ്ങൾ കടന്നു വരുന്നത്. നാം കടന്നു പോകുന്ന അനുഭവമാണ് നമ്മുടെ വിളിയായി മാറുന്നത്. കാരണം ആ അനുഭവത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ നമ്മുടെ വിളി, അതിനകത്ത് ഒരു ദൈവികമായ ഒരു പ്രത്യേകമായ ആ വിളിയുടെ അകത്ത് ദൈവിക അനുഭവങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഇതേ അനുഭവമുള്ള അനേകരെ കൈത്താങ്ങുവാൻ തക്കവണ്ണമാണല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, ഇതിൻ്റെ 37-ാം വാക്യത്തിൽ പറയുന്നു, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. രണ്ടാമതായി അരകെട്ടിയിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒന്ന് കാത്തിരിപ്പിനെ കാണിക്കുന്നു, രണ്ടാമത് ഉണർന്നിരിക്കുന്ന അവസ്ഥ. യജമാനൻ വന്ന് അവർ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവർ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും
അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അരകെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഒരു കാത്തിരിപ്പ്, അതുപോലെ രണ്ടാം നമുക്ക് കാണാൻ സാധിക്കുന്നു ഉണർന്നിരിക്കുന്ന അവസ്ഥ, മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ശുശ്രൂഷ ചെയ്യുന്ന അവസ്ഥ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം അരകെട്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവിക ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ച പലരുടെ വിളിയും വ്യത്യസ്തമായിരിക്കും. എല്ലാവരുടെയും വിളി ഒരുപോലെയല്ല. നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ വ്യത്യസ്തമായിരിക്കും. എന്നാൽ അതിനു വേണ്ടി നമുക്കൊന്ന് കാത്തു നിൽക്കുവാൻ, എങ്ങനെ കാത്തു നിൽക്കണം? അരകെട്ടി. എഫെസ്യ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു, സത്യം കൊണ്ട് നമ്മുടെ അരകെട്ടുക. സത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യേശു പറഞ്ഞു ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ദൈവത്തിന്റെ വചനം സത്യമാണ്. അതുപോലെ ദൈവം യേശു സത്യമായി യേശുവിനെ ധരിച്ചിരിക്കുന്ന ഒരു അരകെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ഈവിൾ ഡേയ്സ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ ദിനത്തെ നാം അഭിമുഖീകരിക്കുവാൻ തക്കമാണ് നാം അരകെട്ടി നിൽക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രതിസന്ധി വരുന്നതിന് മുമ്പ് നാം കിടന്നുറങ്ങുകയാണെങ്കിൽ, നാം ഇരിക്കുന്ന ഇരിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അതിനെ അഭിമുഖീകരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ നാം ഒരു തയ്യാറെടുപ്പോടെ എന്തു വന്നാലും അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു ധൈര്യം, നമ്മുടെ അകത്തുള്ള ഒരു ധൈര്യവുമായി നാം തയ്യാറെടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ തയ്യാറെടുപ്പിൻ്റെ അകത്ത് ഒരു കാത്തിരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ആ കാത്തിരിപ്പിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധ്യം ഉണർന്നിരിക്കുകയാണ്. കാരണം നമുക്ക് അറിയാം നമ്മുടെ യജമാനൻ എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ ആ യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ആയിരിക്കുന്നതായ ഈ യുദ്ധക്കളത്തിൽ നമുക്ക് ജയം എപ്പോഴാണ് ലഭിക്കുന്നത്. നമ്മൊരു കാത്തിരിപ്പാണ്. അല്ലെങ്കിൽ ആ വയലിൽ വിത്ത് വിതയ്ക്കുന്നതായ കർഷകന്റെ ജീവിതത്തിൽ കർഷകന് ഒരു കാത്തിരിപ്പുണ്ട്. ഞാൻ വിത്ത് എടുത്തു, വിത്ത് വിതയ്ക്കുന്നു, വയൽ തയ്യാറായി കഴിഞ്ഞു, വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നു. ആ വയൽ എന്നാണ് വിളഞ്ഞ് അത് കൊയ്ത്തിന് തയ്യാറാകുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം, ഓരോ പ്രതിസന്ധിക്കും ഉത്തരം, ഓരോ ജീവിതത്തിന്റെ ഓരോ യുദ്ധത്തിനും മറുപടി. ആ യുദ്ധത്തിനായി ദൈവവചനം പറയുന്നു, എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, നാം നമ്മുടെ അരമുറുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നാം എങ്ങനെ യുദ്ധത്തിന് തയ്യാറായിരിക്കണം, രക്ഷയുടെ ശിരസ്ത്രം വഹിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സഭയായിട്ട് 21 ദിവസവും അതുപോലെ കുടുംബമായി 40 ദിവസവും പൂർണ്ണമായി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അനേകർ ചേരി പ്രദേശത്തുള്ള അനേക ഭിക്ഷയാചിക്കുന്നവർ, അനേകർ ഇന്നും സഭയായിരിക്കുന്നവർക്ക് ഇന്ന് 15-ാം ദിവസമാണ്. പൂർണ്ണമായി ഭിക്ഷയാചിക്കുന്ന അനേകർ രാവും പകലും ഭക്ഷണം കഴിക്കാതെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം അവർക്ക് ദർശനങ്ങൾ, വെളിപ്പാടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവം അവരോട് സംസാരിക്കുന്നു, അവർ ഇറങ്ങി പ്രവർത്തിക്കുന്നു. അവർക്ക് കൊടുത്ത ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ഇത് അന്ത്യനാളുകളാണ്. ദൈവം വ്യക്തിപരമായിട്ടാണ് പല കുലദേവതകളെ സേവിച്ച് നടന്ന, വിഗ്രഹങ്ങളെ സേവിച്ച് നടന്ന് ആരോരും അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള മഹൽ ഭാഗ്യം ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം നൽകി. എന്നാൽ അവർ കാണുന്ന ദർശനങ്ങൾ, അവർ പ്രാപിക്കുന്നതായ ആ ഉണർവ്, അവർ കാത്തിരിക്കണം. അവർ അരകെട്ടിക്കൊണ്ട്, അരമുറുക്കിക്കൊണ്ട്, അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവർ അരമുറുക്കിക്കൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് ഉണർന്നിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഒരു മുഴക്കത്തിനായി, ഒരു വലിയ ഒരു ഒരുക്കത്തോടെ അവർ കാത്തിരിക്കുന്നു. ദൈവജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ദൈവം പറയുന്നു, അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാം യാമത്തിൽ വന്നാലും അവനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഏത് സമയത്ത് യേശു വന്നാലും 3-ാം യാമത്തിൽ വന്നാലും അങ്ങനെ നാം ഉണർന്നിരിക്കുന്നവരായി കാണുന്നുവെങ്കിൽ ദൈവം നമ്മെ ഏത് സമയത്തും, നമുക്ക് യാമങ്ങളെ കുറിച്ച് അറിയാം. നമുക്കറിയാം 2-ാം യാമം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. 2-ാം യാമം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാത്രിയിലെ 2-ാം യാമമാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു രാത്രി 9 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ്. 3-ാം യാമം എന്ന് പറയുമ്പോൾ 12 മുതൽ വെളുപ്പിന് 3 മണി വരെയുള്ള സമയം. എല്ലാവരും വളരെയധികം ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്ന സമയം. എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഒരു വ്യക്തി കാത്തിരിപ്പിലാണ്, ഒരു വ്യക്തി ഉണർന്നിരിക്കുകയാണ്,
ഒരു വ്യക്തി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായി ഒരു കാവൽക്കാരനായി, അല്ലെങ്കിൽ ഒരു വാച്ച്മാനായി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു വാഹകനായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുഴങ്കാലിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ മുട്ടുമടക്കി കരങ്ങൾ ഉയർത്തി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ, അല്ലെങ്കിൽ ഉപവസിക്കാതെ തന്നെ അനേകർ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ ഇരിക്കുന്ന അവസ്ഥ ഇവിടെ ദൈവം പറയുന്നു. അങ്ങനെ യജമാനൻ അവനെ കണ്ടുവെങ്കിൽ അവൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിലൊരു ഭാഗ്യ പദവിയാണ് നാം അരമുറുക്കിയിരിക്കുന്ന അവസ്ഥ. അരമുറുക്ക എന്ന് പറയുമ്പോൾ നാം കാത്തിരിക്കുന്ന അവസ്ഥ, നാം ഉണർന്നിരിക്കുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പോടെ ഇരിക്കുന്ന അവസ്ഥ. ദൈവം നമ്മളെ കണ്ട് നമ്മളെ ഭാഗ്യവാന്മാരെന്ന് കാണുന്ന ഒരവസ്ഥ. കാരണം കള്ളൻ ഏതു നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കുകയില്ല. നമുക്കതറിയാം. എന്നാൽ നനയ്ക്കാത്ത നാഴികയിൽ, നാം ചിന്തിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഇവിടെ പറയുന്നു മനുഷ്യപുത്രൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരുന്നു. അവൻ നനയ്ക്കാത്ത നാഴിക, നാം അറിയുന്നില്ല, നാഴിക അറിയുന്നില്ല. ദൈവജനം പറയുന്നു നാം ഏത് സമയവും നമുക്കറിയാം ബൈബിളിന് ഒരു മാറ്റവുമില്ല, ബൈബിൾ വചനങ്ങൾക്കൊരു മാറ്റവുമില്ല. ബൈബിൾ വചനം അത് വളരെ അബ്സല്യൂട്ട്ലി അത് ടൈംലെസ് ആണ്. നമുക്കറിയാൻ സാധിക്കും അത് ഏത് കാലഘട്ടത്തിലും മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് ഈ വചനം എഴുതിയിരിക്കുന്നു. നമുക്കറിയാം 40 ലേഖകരാൽ 1600 വർഷത്തോളം എഴുതപ്പെട്ട ഈ വചനത്തിൽ എഴുതപ്പെട്ട നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പേൻ. നാം ഓരോരുത്തരും ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ഏത് സമയത്ത് കർത്താവ് വരുമെന്ന് നമുക്ക് അറിയുകയില്ല. നാം ഒരു കാത്തിരിപ്പോടെ, അവന് വേണ്ടിയുള്ളൊരു വ്യഗ്രതയോടെ, കാത്തിരിപ്പോടെ, അല്ലെങ്കിൽ ഉണർന്നുകൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ഉറങ്ങാതെ ഉണർന്നിരിക്കുവാൻ തക്കവണ്ണം, അതുപോലെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ നമ്മുടെ അകത്തൊരു തീനാളം കത്തി ജ്വലിക്കുവാൻ തക്കവണ്ണം നാം അങ്ങനെ ആയിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് പറയുന്നു, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു വ്യക്തി ബുദ്ധിമാനും വിശ്വസ്തനും ബുദ്ധിമാനുമായി തീരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കാത്തിരിക്കുവാനും ഉണർന്നിരിക്കുവാനും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തരെങ്കിൽ, ദൈവവചനപ്രകാരം വിശ്വസ്തയോടെ ജീവിക്കുന്നുവെങ്കിൽ അത് ഒരു യാമത്തിലല്ല, മറിച്ച് ദൈവവചനത്തെ കാണുന്ന പ്രകാരം പകലിൻ്റെ 4 യാമം, അതുപോലെ രാത്രിയുടെ 4 യാമം, നമ്മൾ ഈ 8 യാമങ്ങളിലും നാം വിശ്വസ്തയോടെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നാം വിശ്വസ്തയോടെ ആയിരിക്കുന്നുവെങ്കിൽ, ബുദ്ധിയോടെ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ സാധിക്കും. പലപ്പോഴും പല വ്യക്തികൾക്കും കാത്തിരിക്കുവാൻ സാധിക്കാത്തത് അവരുടെ ജീവിതത്തിലുള്ള അവിശ്വസ്തതയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള ബുദ്ധിഹീനതയും കൊണ്ടാണ്. പലർക്കും പലരുടെ ജീവിതത്തിലും അവരുടെ അകത്തെ മനുഷ്യന് ഉണർന്നിരിക്കുവാൻ സാധിക്കാത്തത് അവരുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള അവിശ്വസ്തതയും അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ബുദ്ധിഹീനതയുമാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി ഏതുമായി തീരുവാൻ തക്കവണ്ണം, തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം പലർക്കും കഴിയാതിരിക്കുന്നത് അവരുടെ ജീവിതത്തിലുള്ള അവിശ്വസ്തത കൊണ്ടും അല്ലെങ്കിൽ ബുദ്ധിഹീനത കൊണ്ടാണ്. ദൈവവചനം പറയുന്ന ഒരു വ്യക്തി വിശ്വസ്തനും അല്ലെങ്കിൽ വിശ്വസ്തയും ബുദ്ധിയുള്ളവളും അല്ലെങ്കിൽ ബുദ്ധിയുള്ളവനുമായിരുന്നാൽ ആ വ്യക്തിക്ക് കാത്തിരിക്കുവാൻ സാധിക്കും. ഏറ്റവും പ്രയാസകരമായ ജീവിതത്തിൻ്റെ വലിയൊരു ഘട്ടമാണ് കാത്തിരിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മളോട് എന്തെങ്കിലും നാം ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെലവഴിച്ചു, പെട്ടെന്ന് ലഭിക്കുന്ന ഉത്തരത്തിന് വലിയ സന്തോഷമുണ്ട്. എന്നാൽ ദൈവം നോ പറഞ്ഞാൽ അതിന് നമുക്ക് ഒരു പക്ഷേ നമുക്ക് വലിയ താല്പര്യം തോന്നിയെന്നിരിക്കില്ല. ദൈവം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നാം അത് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, നാം വളരെയധികം ദൈവത്തിന് സ്തുതി പറഞ്ഞ് സന്തോഷത്തോടെ ആനന്ദത്തോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ വെയിറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ആ കാത്തിരിക്കുമ്പോൾ നാം ഉണർന്നിരിക്കേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തി പോസ്റ്റ്മാൻ ആയിരിക്കാം, നമ്മെ വിളിച്ചു പറയുന്നു, വിലപ്പെട്ട ഒരു കത്തുമായി ഞാൻ വരുന്നു, ഒരു കൊറിയറുമായി ഞാൻ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന ഒരു വിലപ്പെട്ട ഡോക്യുമെന്റുമായി വരുന്നു. നാം കാത്തിരിക്കുകയാണ് ആ വ്യക്തിയെ, നാം ഉണർന്നിരിക്കുകയാണ്. നമുക്ക് വളരെ ജാഗ്രതയുണ്ട് ഏത് സമയത്താണ് ആ വ്യക്തി വരുന്നത്. നാം
ഏത് സമയത്തും ആ വ്യക്തി വരുന്നുവെങ്കിൽ ആ വ്യക്തിയെ അത് സ്വീകരിക്കുവാൻ തക്ക വേണം, അല്ലെങ്കിൽ അതിനു വേണ്ടി റെഡിയായിരിക്കുവാൻ തക്ക വേണം നാം തയ്യാറാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഏറ്റവും വിലപ്പെട്ടതാണ്, ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു പദവി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നതാണ്. എന്നാൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം കാത്തിരിക്കുന്നുവെങ്കിൽ, ഉണർന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മിലൂടെ വലിയത് ചെയ്യാൻ സാധിക്കും. തക്ക സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും, തക്ക സമയത്ത് അവൻ നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ എന്ന ദൈവവചനത്തെ കാണുവാൻ സാധിക്കുന്നു. കാരണം എങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ? 3 കാര്യമാണ് ഇവിടെ പറയുന്നത്. കാത്തിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് അവന്റെ വ്യഗ്രതയോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ അവനെ എല്ലാത്തിനും വിചാരകനാക്കും. എന്നാൽ ബുദ്ധിഹീനതയോടെ യജമാനൻ താമസിച്ച് വരികയുള്ളൂ എന്നെല്ലാം ചിന്തിക്കുന്നവർക്ക് നമുക്കറിയാം അവർക്ക് എത്ര വലിയ പ്രതികൂലമായൊരു സാഹചര്യമാണ്. ഒരു അടിയുണ്ട് അവർക്ക്, അല്ലെങ്കിൽ വാളിൻ്റെ അവസ്ഥയുണ്ട്, മരണകരമായ അവസ്ഥകൾ വളരെയധികമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ കാത്തിരിപ്പാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 12-ാം വയസ്സിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവെ സ്വീകരിച്ച ശേഷം ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് നിന്റെ വേലയിൽ എനിക്ക് വ്യാപൃതയാകണം, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് അനേകരോട് പറയണം. പക്ഷേ ഞാൻ ചെറിയൊരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും കൊച്ചായൊരു തുടക്കമായി അത് ആരംഭിച്ചു. പല അനുഭവത്തിലൂടെ വേദനാജനകമായ 3 പ്രാവശ്യം ക്യാൻസർ വന്ന് വേദനാജനകമായ അനുഭവങ്ങളിലൂടെ, പല അന്ധകാരത്തിൻ്റെ അവസ്ഥ, പല മരണത്തിൻ്റെ താഴ്വരയിലൂടെ, പല കൂരിരുളിൻ്റെ അവസ്ഥയിലൂടെ, പല അനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോകാനിടയിൽ തീർന്നു. എന്നാൽ ഓരോ അനുഭവത്തിലും ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ദൈവം നമ്മോട് ചേർന്നിരിക്കുന്നു. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോട് ചേർന്നിരുന്ന് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നതാകുന്നതുകൊണ്ട് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിനെന്ന ദൈവവചനമുണ്ട്. നാം അങ്ങനെ താണിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ 2-ാം ഭാഗത്ത് 35-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ആദ്യത്തെ ഭാഗം നമുക്ക് കണ്ടല്ലോ, നിങ്ങളുടെ അരകെട്ടിയും 2-ാം ഭാഗം വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം വിളക്ക് നാം സദൃശ്യവാക്യത്തിൽ കണ്ടല്ലോ, അവളുടെ വിളക്ക് ഒരിക്കലും അണയുന്നില്ല, കെട്ടുപോകുന്നില്ല. ഇരുട്ടിൽ അന്ധകാരത്തിൽ കെട്ടുപോകാതെ നിരന്തരമായി ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ഇംഗ്ലീഷ് ബൈബിളിലിരിക്കുന്നു, ആ ലാമ്പ് ലെറ്റ് കണ്ടിന്യൂവലി ബേണിങ്, കണ്ടിന്യൂവലി അത് എന്താ പറയുക, കത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കൂരിരുട്ടിൻ്റെ അവസ്ഥയിലും, അല്ലെങ്കിൽ മാറാരോഗത്തിൻ്റെ അവസ്ഥയിലും ദൈവവചനമാകുന്ന വിളക്ക് കത്തിക്കൊണ്ടിരിക്കുവാൻ അവൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതിക്ക് പ്രകാശമെന്ന് 119-ാം സങ്കീർത്തനത്തിൻ്റെ 105-ാം വാക്യത്തിൽ കാണുന്നു. നമ്മുടെ പ്രതിസന്ധി, കണ്ണുനീർ ധാരധാരയെ ഒഴുകുന്ന മാരകമായ അവസ്ഥകളിൽ, അല്ലെങ്കിൽ വേദനാജനകമായ അവസ്ഥയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അന്നവിധമായ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവവചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ആശയാണ് നമ്മുടെ കത്തുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ആ വിളക്ക് കത്തുവാനുള്ള എണ്ണ എന്ന് പറയുന്നത് ആശയാണ്. എന്നാൽ പിശാച് കൊണ്ടുവന്ന് നിരാശയിട്ട് നമ്മുടെ വിളക്കിനെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണം നിരാശ എന്ന ആയുധമെടുത്തതിനെ കെടുത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസമാണ് ആ വിളക്കായി കത്തിജ്വലിക്കുന്നത്. എന്നാൽ പിശാച് പല പരിതസ്ഥിതികളുടെ മധ്യത്തിൽ ആ വിശ്വാസത്തെ കെടുത്തുവാൻ തക്കവണ്ണം ആ വിശ്വാസം കൊണ്ടുവന്ന് നമ്മുടെ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ, നാം ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ പലപ്പോഴും പല സ്ഥിതികളിൽ പിശാച് പോർപ്പൊരുതുമ്പോൾ ഒരിക്കലും നിരാശപ്പെടാതെ, ഒരിക്കലും അവിശ്വസിക്കാതെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഏത് പ്രതിസന്ധികളിലും നാം ആകുന്ന ആ പടകിലിരിക്കുന്ന യേശു ക്രിസ്തു, അവനാണ് നമ്മുടെ പടകിനെ നിയന്ത്രിക്കുന്നത്. ആ പടകിൽ നാമും യേശുവുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരാണ് പടകിലിരുന്നത്, ജനമല്ല പടകിലിരുന്നത്. നാം യേശുവിന്റെ ശിഷ്യരെങ്കിൽ, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഓളങ്ങൾ ഉണ്ടാകാം, തിരമാലകൾ ഉണ്ടാകാം, കൊടുങ്കാറ്റാനടിക്കാം, പല വിധത്തിൽ
ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ ഒന്നൊഴിയാതെ ഒന്നായി ഒന്നു തീരുമ്പോൾ മറ്റൊരു പ്രതിസന്ധിയായി അനവിധ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ ഉറപ്പോടെ നിർത്തുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ആ പെരുവെള്ളത്തിന്റെ മധ്യത്തിലും ആ തിരമാലകളുടെ മധ്യത്തിലും ആ തിരമാലയെയും ആ കടലിനെയും ശാന്തമാക്കി ആ വെള്ളത്തിന്മീതെ നടന്ന് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ആ വെള്ളത്തിന്മീതെ നടക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. പെരുവെള്ളം നമ്മെ മുക്കിക്കളയുകയില്ല, തീജ്വാല നമ്മെ നശിപ്പിച്ച് കളയുകയില്ല, അത് നമ്മെ കത്തിച്ച് കളയുകയില്ല. എന്നാൽ നമ്മെ നശിപ്പിക്കാതെ വേണം ആ ചാരമാകി തീരുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നമ്മെ ഉയർത്തി നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിന്റെ അനവിധ അവസ്ഥയിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, യഥാർത്ഥമായും യേശു ക്രിസ്തുവിന് വേണ്ടി അനേക സമയം സുവിശേഷം പറഞ്ഞുകൊണ്ട് ചേരികളിൽ കടന്നു പോകുന്ന അവസ്ഥ പല പ്രാവശ്യം നിഷേധിച്ച വ്യക്തികളുണ്ട്. ഒരിക്കലും തിരിഞ്ഞു വരികയില്ല എന്ന് പറഞ്ഞ്, ഒരിക്കലും അവരെ കുലദേവതകളെ വിട്ടുകളയുകയില്ല എന്ന് പറഞ്ഞ് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ചില വർഷങ്ങൾ അങ്ങനെ മൽപ്പിടുത്തം നടത്തിയവർ ഇന്ന് ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് ദൈവത്തെ ആരാധിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മാശം പ്രാപിച്ച് അവർ യേശുവിനെ അവർ രക്ഷിതമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൃപയെ അനുഭവിച്ചുകൊണ്ട് അവർ സത്യത്തിലും ആത്മാവിലും എല്ലാ ഞായറാഴ്ചയും കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥ എത്ര ശ്രേഷ്ഠകരമാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. എത്ര മല്ല് പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമുള്ളത് ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, എത്ര കഠിനപ്പെട്ട വ്യക്തികളെയും കല്ല് പോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ആ ജീവന്റെ വചനം ലഭിച്ച നാം ജ്യോതിസുകളെ പോലെ നാം പ്രകാശിക്കുവാൻ, നമ്മുടെ വിളക്ക് ഈ ലോകത്ത് നാം പ്രകാശിക്കുവാൻ തക്കണം ജീവന്റെ വചനം പ്രമാണിക്കുവാനാണ് ദൈവവചനം പറയുന്നത്. നാം അരകെട്ടി നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ദൈവവചനം എന്തു പറയുന്നു അതുപോലെ പ്രമാണിക്കുവാൻ, അതുപോലെ അനുസരിക്കുവാൻ, ദൈവം എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ, ദൈവം എന്തു പറഞ്ഞാലും അതിന് നോ പറയുകയില്ല, മറിച്ച് എന്ത് പറഞ്ഞാലും നാം അത് ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കുടുംബമായി ഞങ്ങളോട് 40 ദിവസം ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കുഞ്ഞുങ്ങൾ എങ്ങനെ ഉപവസിക്കും? കാരണം അവർക്ക് സ്കൂളിൽ പോകണം, അവർക്ക് പ്രായം വളരെ കുറവുണ്ട്, അവരെങ്ങനെ. പക്ഷേ ഞാൻ ദൈവത്തിന്റെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, കർത്താവേ നിന്റെ കൃപയുണ്ടെങ്കിൽ, നിന്റെ ശക്തിയുണ്ടെങ്കിൽ, നീ പകരുന്നതായ ആ അഭിഷേകത്തിന്റെ തൈലമുണ്ടെങ്കിൽ അതിന് കഴിയും. ഇന്ന് കുടുംബമായി ഞങ്ങൾ 29 ദിവസമായി പൂർണ്ണമായി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നു. സഭയായി 15-ാം ദിവസത്തിലേക്ക് കടന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒന്നും കഴിയാത്തതായിട്ടില്ല. ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അവന്റെ കൃപ നാം പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുവാൻ ഈ അന്ത്യ നാളുകളിൽ നമുക്ക് വലിയ കൃപ വേണം, നമുക്ക് ദൈവത്തിന്റെ ശക്തി വേണം. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ നിന്റെ ശക്തി എന്നിലേക്ക് പകരണം, നിന്റെ അധികാരം എന്നിലേക്ക് പകരണം. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഉപവാസ ദിവസങ്ങളിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധരായി തീരട്ടെ, ദൈവ ഭയം വിട്ടുമാറാത്തവരായി ദൈവ ഭയത്താൽ നിലനിൽക്കുന്നതായ കുടുംബങ്ങളായി, തലമുറകളായി, കർത്താവിന്റെ വരവോരെയുള്ള തലമുറകൾ നിലനിൽക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവെങ്കിൽ, കരങ്ങൾ ഉയർത്തുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ തലമുറകളിൽ കർത്താവിന് വേണ്ടി അരകെട്ടിക്കൊണ്ട് വിളക്ക് കത്തുന്നവരായി നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. കാരണം യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങളുണ്ട്. വചനത്തിനൊരു മാറ്റമില്ല. അചഞ്ചലമായ ദൈവത്തിന്റെ വചനം, ആ വചനത്തിനൊരു മാറ്റമില്ല. ആ വചനം എന്നും എപ്പോഴും നിലനിൽക്കുന്ന വചനമാണ്. അങ്ങനെയെങ്കിൽ ആ വചനപ്രകാരം നമ്മെ തന്നെ ഒരുക്കുവാൻ തക്കവണ്ണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം, നമ്മുടെ സഭകളെ ഒരുക്കുവാൻ തക്കവണ്ണം, നമ്മുടെ സമൂഹത്തിലുള്ളവരെ പോയി അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല. ഞാൻ ഈ പാകിസ്ഥാന്റെ ബോർഡറിൽ നിന്നാണ് ദൈവവചനം നിങ്ങളോട് പറയുന്നത്. ഈ പാകിസ്ഥാന്റെ ബോർഡറിൽ വളരെയധികം പ്രതിസന്ധികളുണ്ട്. പല വാതിലുകൾ അടഞ്ഞുപോയി. എന്നാൽ കർത്താവ് തുറക്കുന്ന വാതിൽ, വാതിലാകുന്നവൻ പറയുന്നു, എല്ലാ വാതിലും സുവിശേഷത്തിന് വേണ്ടി അടയ്ക്കപ്പെട്ടപ്പോൾ വാതിലാകുന്ന ക്രിസ്തു യേശു ഞങ്ങളുടെ മുൻപിലുണ്ട്.
ദൈവം പറയുന്നു, ഇതാകുന്നു വഴി, ഈ വഴിയിലൂടെ സഞ്ചരിക്കാം. ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന സത്യവഴിയിലൂടെ, സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അടയ്ക്കപ്പെട്ട അനേക വാതിലുകൾ, അടയ്ക്കപ്പെട്ട അനേക ഹൃദയങ്ങൾ, അടയ്ക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളുടെ ഓറിഖാനപരകതകല ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി തുറക്കപ്പെടുന്നു. അവരുടെ മനസ്സ് തുറക്കപ്പെടുകയാണ്, അവരുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെടുകയാണ്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന അനേകർ ഈ ദിവസങ്ങളിൽ സ്നാനപ്പെടുവാൻ, അനേകർ ഉപവാസത്തിന് ശേഷം വീണ്ടും സ്നാനജലത്തിലേക്ക് ഇറങ്ങുവാൻ തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. കർത്താവിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായ ഒരു വാഗ്ദത്വങ്ങളുമില്ല. ദൈവത്തിന് കഴിയാത്തത്, നമ്മുടെ കൂടെയുള്ള ഇമ്മാനുവേൽ, നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. ദൈവം തൻ്റെ പദ്ധതിയെ നിവർത്തിച്ചെടുക്കുന്ന ദൈവമാണ്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നുവോ അതുപോലെ ദൈവം ഈ ഭൂമിയിൽ തൻ്റെ ഹിതം നമ്മിലൂടെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മരകെട്ടിയും നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. നാം കാത്തിരിക്കുന്നവരായിരിക്കട്ടെ. നാം നിരാശപ്പെടാതെ, അവിശ്വസിക്കാതെ കാത്തിരിക്കുവാൻ തക്കവണ്ണം നാം ഉണർന്നിരിക്കുവാൻ. നാം പലപ്പോഴും ചിന്തിക്കാൻ എങ്ങനെ ഉണർന്നിരിക്കും? ഒരുപക്ഷെ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥത കൊണ്ടോ നാം അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് വിളിച്ചു പറയുന്നുവെങ്കിൽ ആ വചനം ജീവനുള്ള വചനമാണ്. ബെൽഷസ്സറിന്റെ മുൻപിൽ തെളിഞ്ഞു നിന്ന കൈ കൊണ്ട്, ആ വിരൽ കൊണ്ട് എഴുതപ്പെട്ട വചനം, അങ്ങനെയെങ്കിൽ ആ വചനത്തിന് മുൻപിൽ അവൻ വിറയ്ക്കുവാനിടയായി തീർന്നു. ഈ തലമുറയിൽ ദൈവജനവും ദൈവം ആഗ്രഹിക്കുന്നു. ജീവനുള്ള വചനത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. നാം വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ ആ വചനം ജീവനുള്ളതാണ്, ആ വചനം നിലനിൽക്കുന്നതാണ്. ഒരു അന്യജാതിക്കാരനായ ആ ബെൽഷസ്സറിന്റെ മുൻപിൽ കാണപ്പെട്ട വചനം അവനെ തൂക്കി നോക്കുവാൻ തക്കവണ്ണം, അവനെ എണ്ണി നോക്കുവാൻ തക്കവണ്ണം, അവനെ ദൈവത്തിനൊന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം അവന്റെ മുൻപിൽ എഴുതപ്പെട്ട, ആ വിരൽ കൊണ്ട് എഴുതപ്പെട്ട അതേ വചനമാണ് നമ്മുടെ കരത്തിലിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ജീവനുള്ള വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക്, നമ്മുടെ ആത്മാവിന്റെ അകത്തേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടാൽ ആ ജീവനുള്ള വചനം നാം എവിടെ കടന്നുപോയാലും ആ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നാം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാനിടയെത്തിരും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്ന് ദൈവവചനത്തിൽ പറയുന്നു. എന്നാൽ ഹിന്ദി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ കണ്ണ് പരിശുദ്ധമെങ്കിൽ നാം ഇരുട്ടിൽ ജീവിക്കുകയില്ല. നാം നമ്മുടെ കണ്ണുകൊണ്ട്, ഇയ്യോബ് പറഞ്ഞു 31-ാം അധ്യായത്തിൽ, ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തു, പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. നമ്മുടെ കണ്ണ് അശുദ്ധമല്ലാതെ നിർമ്മലമായിരിക്കുവാൻ, പരിശുദ്ധമായിരിക്കുവാൻ തക്കവണ്ണം നാം നോക്കുന്നതെല്ലാം വിശുദ്ധിയോടെ ആയിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ അവൻ്റെ 2-ാം ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്, നമ്മുടെ കണ്ണ് തിന്മയുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് പരിശുദ്ധി ഇല്ലാത്തതെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും അശുദ്ധമായി തീരുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്, നമ്മുടെ ജീവിതത്തിന്റെ വിശ്വസ്തതയാണ്, നമ്മുടെ ജീവിതത്തിന്റെ സത്യസന്ധതയാണ്, വിട്ടുമാറാത്ത ദൈവ ഭയമാണ്. നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിമയമായ കണ്ണുകളുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചുവടുകൾ ദൈവത്തിന്റെ മാർഗത്തിൽ തന്നെ, ദൈവത്തിന്റെ ഹിതപ്രകാരം തന്നെ, ഒരുപക്ഷെ ദൈവം പോകുവാൻ പറയുന്നിടത്തും പോകുക, ദൈവം പറയുവാൻ പറയുന്നത് പറയുക, ദൈവം ചെയ്യുവാൻ പറയുന്നത് ചെയ്യുക. കർത്താവിന്റെ വരവേറ്റ വാസനമായിരിക്കും. നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ കരത്തിലെല്ലാം ദൈവം തന്ന വിത്തുകളുണ്ട്. ആ വിത്ത് പാകുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ വിത്ത് നാം പാകുവാൻ തക്കവണ്ണം, ഒരുപക്ഷെ ഒരു ഭവനത്തിൽ 4 പേരുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഭവനത്തിൽ 4 പേരും, ഞങ്ങളുടെ 4 പേരുടെയും കരത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വിത്തുകളുണ്ട്. ഒരു കർഷകന്റെ വീട്ടിൽ വിത്തുണ്ട്. ആ കർഷകൻ എടുക്കുന്ന വിത്ത്, കർഷകന്റെ ഭാര്യ എടുക്കുന്ന വിത്ത്, കുഞ്ഞുങ്ങൾ എടുക്കുന്ന വിത്ത്, അത് വ്യത്യസ്തമായ വിത്തുകളാണ്. വ്യത്യസ്തമായ വിളിയായിരിക്കാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ക്രിസ്തുവിന് വേണ്ടി അധികമായി പ്രകാശിക്കുവാൻ, അധികമായി പ്രയോജനപ്പെടുവാൻ, നമ്മുടെ കരത്തിലിരിക്കുന്ന വിത്ത്, നമ്മുടെ വിളിയിലുള്ളത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ നാം പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം നാം ആയിരിക്കുന്നതായ വയലുകളിൽ, നാം ആയിരിക്കുന്ന ഹൃദയങ്ങളിൽ, നാം ആയിരിക്കുന്ന വ്യക്തികളിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ പ്രയോജനപ്പെടുന്ന ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അനേക ചേരി പ്രദേശങ്ങളിൽ ഇന്ന് പുതിയ ചേരികൾ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അനേക ചേരികൾ ദൈവം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു. അനേക പുതിയ ജീവിതങ്ങൾ ക്രിസ്തു യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർ മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, അതുപോലെ അശുദ്ധമായ ജീവിതത്തിൽ നിന്നും
അതുപോലെ ഭൂതഗ്രസ്തരായിരിക്കുന്നവരെല്ലാം വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാറാ രോഗികൾ ദൈവമേ കർത്താവിൻ്റെ കൃപയാൽ ദൈവശക്തിയാൽ വിടുവിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിനൊന്നും കഴിയാത്ത, ദൈവത്തിനൊരു മനുഷ്യനെ കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ ആ ദൈവിക ഉദ്ദേശം നിവർത്തീകരിക്കപ്പെടുകയെ തന്നെ ചെയ്യും. ദൈവം തൻ്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ വചനം ദൈവം തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ചേർന്ന് നടന്ന് വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതുപോലെ ഇന്നും ആ വചനം തന്നെയാണല്ലോ നമ്മുടെ കരത്തിലിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം ആയിരിക്കുന്ന ഏത് പരിതസ്ഥിതിയിലും, നാം കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ, നാം ഉണർന്നിരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ, നാം കർത്താവിനോട് ചോദിക്കുന്ന വിഷയങ്ങളുണ്ട്. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. ഒരു വലിയ ഈ ഉണർന്നിരിക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയ്ക്കാണ്. ഈ അന്ത്യകാലത്തിൻ്റെ ഉണർവിന് വേണ്ടി, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ലോക ജാതികൾ ഉണർത്തപ്പെടുവാൻ തക്കവണ്ണം, അനേക ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം, നാം ഈ ലോകത്തിൽ നിന്നും നാം അവസാനം നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ്, നാം നിത്യതയിൽ നമ്മുടെ ആദ്യ ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ദൗത്യങ്ങളുണ്ട്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ഉത്തമമായ ദിവസമാണ്, ഏറ്റവും ബെസ്റ്റായ ദിവസമാണ്. നാളത്തേക്ക് വേണ്ടി നാം കാത്തിരിക്കരുത്. ഇന്നലെക്കുറിച്ച് ഓർത്ത് നാം ഭാരപ്പെടേണ്ട. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ദിവസം ദൈവത്തോട് പറയണം, എനിക്ക് ഏറ്റവും ബെസ്റ്റായി യേശുവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് ഏറ്റവും ബെസ്റ്റായി കർത്താവിന് വേണ്ടി കാത്തിരിക്കണം, യേശുവിനെ എനിക്ക് ഉണർന്നിരിക്കണം, യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യണം, ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ എനിക്ക് ചെയ്യണം, ബുദ്ധിയോടെ ചെയ്യണം. കർത്താവിൻ്റെ വചനം പറയുന്നു, നാം വിശ്വസ്തരെങ്കിൽ, ബുദ്ധിയുള്ളവരെങ്കിൽ, ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ, ബുദ്ധിയുള്ള കന്യകമാരുടെ കരത്തിലുഴുന്ന ആ വിളക്കുകൾ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്നു. അവരുടെ എണ്ണയും എക്സ്ട്രാ ഉണ്ടായിരുന്നു. ചതഞ്ഞ് ഒടിയപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, നുറുക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ചതയ്ക്കപ്പെട്ട എണ്ണയുടെ വിത്തുകൾ പോലെ, ചതയ്ക്കപ്പെട്ട വിത്തിൽ നിന്നും എണ്ണ ലഭിക്കുന്നു. ഉണക്കപ്പെട്ട് ചതയ്ക്കപ്പെട്ട് അവസ്ഥയിലൂടെ എണ്ണ ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും വേദനാജനകമാണ്. ചതയ്ക്കപ്പെട്ട അനുഭവങ്ങൾ, ഉടയ്ക്കപ്പെട്ട അനുഭവങ്ങൾ, കണ്ണുനീർ ധാരധാരയെ ഒഴുകുന്ന അനുഭവങ്ങൾ, കൂരിരുട്ടിൻ്റെ അനുഭവങ്ങൾ. ഒരുപക്ഷെ നാം ചിന്തിക്കാറുണ്ട്, യേശുവിൻ്റെ ഇടയനാണ്, അവൻ പച്ചയായി പുൽപ്പുറങ്ങളിൽ നിന്ന് നടത്തുന്നുണ്ട്. എന്നാൽ അതിൻ്റെ താഴഭാഗത്തും കാണുന്നു, കൂരിരുൾ താഴ്വരയിലും മരണകരമായ അവസ്ഥകളിലും കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. അവൻ്റെ വടിയും കോലുമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. നമുക്കൊരു വാഗ്ദത്വമുണ്ട്, നന്മയും കരുണയും എൻ്റെ ജീവകാലമെല്ലാം എന്നെ പിന്തുടരും, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലമായി വസിക്കുവാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ഇടയനായിരിക്കുമ്പോൾ തന്നെ, നാം അവനെ പിന്തുടരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പച്ചയായ പുൽപ്പുറത്തിൻ്റെ സമാധാനകരമായ, ആശ്വാസകരമായ, മനോഹരമായ ജീവിത സാഹചര്യമുണ്ട്. എന്നാൽ അതിൻ്റെ താഴെ അതുപോലെ തന്നെ ഘോരാന്ധകാരം, നമുക്ക് തന്നെ ചുറ്റുപാടും കാണുവാൻ സാധ്യമല്ലാതെ മുള്ളും പറക്കാരെയും നിറഞ്ഞ ജീവിതത്തിൻ്റെ അനവിധ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഒരിക്കലും പതറിപ്പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നാം ഒരിക്കലും പതറിപ്പോകാതെ ഒരു വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മ ആ വ്യക്തിയോടനുബന്ധിച്ച് ഒരു ദർശനം കാണിക്കുവാൻ ഇടയായി തീർന്നു. ആ ദർശനം എൻ്റെ മകൾക്ക് ദൈവം കൊടുത്തപ്പോൾ ആ കൂരിരുട്ടാണ്, 4 ചുറ്റുപാടും. വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ആ കൂരിരുട്ടിൻ്റെ അവസ്ഥയിൽ ആ ട്രാക്ക്, ആ വ്യക്തിയെ മാത്രമാണ് തെളിഞ്ഞു കാണുവാൻ സാധിക്കുന്നത്. നടന്നു പോകുന്ന ആ ട്രാക്ക് അത് വളരെ അവ്യക്തമായി, ഒരു ഡിമ്മായി, മങ്ങിയ വെളിച്ചമായി കാണുന്ന അവസ്ഥ കാണുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, നാം ആയിരിക്കുന്നതായ പ്രതിസന്ധികൾ, നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ വളരെ വേദനാജനകമായിരിക്കാം. എന്നാൽ എന്നെ ഇപ്പോഴും ശക്തീകരിക്കുന്ന ഒരു വചനമുണ്ട്. 1 തെസ്സലോനിയർ 5-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. കർത്താവിനെ എപ്പോഴും സന്തോഷിപ്പേൻ, നിരന്തരം പ്രാർത്ഥിക്കുവേൻ, എല്ലാ കാര്യത്തിലും കർത്താവിനെ, എല്ലാ സാഹചര്യത്തിലും, നോ സർക്കംസ്റ്റാൻസസ് ഗിവ് താങ്ക്സ് ടു ഗോഡ്. നമ്മൾ എല്ലാ സാഹചര്യത്തിലും, എല്ലാ പരിതസ്ഥിതികളും ദൈവത്തിന് നന്ദി പറയുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ധാരധാര നമ്മുടെ ഹൃദയം പൊടിഞ്ഞു പോകുന്നത് പോലെ, നമ്മുടെ ആത്മാവ് നുറുക്കപ്പെടുന്നത് പോലെ, നമ്മുടെ ജീവിതം തകരപ്പെടുന്നത് പോലെയുള്ള അവസ്ഥകൾ. എന്നാൽ അതെല്ലാം നാം ആയിരിക്കുന്നതായ ആ ജീവിതത്തിൻ്റെ, നാം ആയിരിക്കുന്ന വിളക്കിലേക്ക് എണ്ണ പകരുവാൻ തക്കവണ്ണം, അനേകർക്ക് പ്രകാശം കൊടുക്കുവാൻ തക്കവണ്ണം നാം ആയിരിക്കുന്ന വ്യക്തിയെ ദൈവം നുറുക്കി
നുറുക്കി ദൈവം നമ്മെ ചതച്ച് നാം ആയിരിക്കുന്ന വ്യക്തിത്വത്തെ ദൈവം പലപ്പോഴും ക്രൂശിൽ തറയ്ക്കപ്പെടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു ഗെത്സമനിയെങ്കിൽ നാം ചിന്തിക്കും, ദൈവമേ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറിപ്പോയിരുന്നുവെങ്കിൽ, നാം പലപ്പോഴും നമ്മൾ കയ്യിലിരിക്കുന്ന ഈ കപ്പൊന്ന് നീങ്ങിയെങ്കിൽ, ഈ കയ്പിന്റെ അവസ്ഥയൊന്നും മാറിയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ ഒരു ക്രൂശിന്റെ അവസ്ഥയാണ്, ഒരു അടിയുടെ അവസ്ഥയാണ്, ഒരു വലിയ പ്രതികൂലത്തിന്റെ അവസ്ഥയാണ്, നിന്ദയുടെ അവസ്ഥയാണ്, മുഖത്ത് തുപ്പലേൽക്കുന്ന അവസ്ഥയാണ്, താടി രോമങ്ങൾ പിടിച്ച് പിഴുതെടുക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇങ്ങനെ ചാലുപോലെ നമ്മുടെ ശരീരത്തെ കീറി മുറിക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രതിസന്ധികളിലൂടെയാണ് പല മാനസികമായ അല്ലെങ്കിൽ വളരെ കഠിനമായിരിക്കുന്നതായ ആത്മീകമായ വലിയൊരു പോരാട്ടത്തിന് കീഴിലായിരിക്കാം ഒരുപക്ഷെ നാം കടന്നു പോകുന്നെന്നാൽ നമുക്കൊന്നറിയാം, 3 ദിവസത്തിന് ശേഷം ആ ക്രൂശിനെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് ഇറങ്ങി അവൻ 3-ാം ദിവസം അവൻ വലിയൊരു ജയാളിയായി പുറത്തു വരുന്നതായ കാഴ്ച കാണാൻ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയുടെ മാർഗം എന്ന് പറയുന്നത് ക്രൂശിന്റെ മാർഗമാണ്. യഥാർത്ഥമായ ഒരു ശിഷ്യത്വത്തിന്റെ മാർഗം എന്ന് പറയുന്നത് ക്രൂശിന്റെ മാർഗമാണ്. നാം കടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത് ക്രൂശിന്റെ മാർഗമാണ്. ആ ക്രൂശിന്റെ മാർഗത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വേദനാജനകമായ കണ്ണുനീരിന്റെയും ശോധനയുടെയും പ്രതിസന്ധിയുടെയും നാം ഒരു പക്ഷെ പ്രതീക്ഷിക്കാത്ത അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനടിക്കുമ്പോൾ അത് നമ്മെ തകർക്കുവാനല്ല, മറിച്ച് നാം ആയിരിക്കുന്ന വ്യക്തിത്വം അധികം പ്രകാശം കൊടുക്കുവാൻ, നാം അരകെട്ടിക്കൊണ്ട് ഉറപ്പോടെ നിൽക്കുവാൻ തക്കവണ്ണം, നാം അരകെട്ടിക്കൊണ്ട് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം, നാം ആയിരിക്കുന്ന വ്യക്തി നാം ആയിരിക്കുന്ന വിളക്ക് കത്തി ജ്വലിക്കുവാൻ തക്കവണ്ണം, നാം ആയിരിക്കുന്ന ചുറ്റുപാടുമുള്ളവർ ഒരുപക്ഷെ നമ്മെ അവർ കാണുന്നില്ലായിരിക്കാം. നമ്മിലൂടെ ലഭിക്കുന്നതായ വെളിച്ചം, ആ ജീവവചനത്തിന്റെ ദൈവവചനത്തിന്റെ ജീവമൊഴി നാം പ്രമാണിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്നതായ പ്രകാശം, വെളിച്ചം, അതാണ് അവർ കാണുന്നുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ അവർ അത് കണ്ടാൽ മതി. കാരണം നമ്മുടെ ക്രിസ്തു യേശു നമ്മിലൂടെ ഉയർത്തപ്പെടുവാൻ തക്ക വേണം. നാം ക്രൂശിന്റെ പുറകിൽ നിൽക്കുമ്പോൾ, നാം ക്രൂശിനെ ചുമക്കുമ്പോൾ, ക്രൂശിനെ വഹിക്കുമ്പോൾ, ക്രൂശിനോട് പറ്റിച്ചേർന്ന് നാം ആകുന്ന വ്യക്തിത്വം, നാം ആകുന്ന വ്യക്തി ക്രൂശിനോട് പറ്റിച്ചേർന്ന് യേശുവിന് വേണ്ടി എന്തും ഏതുമാകുവാൻ തക്കവണ്ണം തറയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മെയല്ല ജനം കാണുന്നത്, മറിച്ച് നമ്മിലൂടെ ക്രിസ്തുവേശുവിനെ കാണുവാൻ, അവന്റെ അംബാസിഡേഴ്സായി, അവന്റെ പ്രതിനിധികളായി, അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം, അവന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ തക്കണം നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആനടിച്ചെന്നിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ പല പ്രാവശ്യം ജീവിതത്തിലെ വളരെയധികം പ്രതിസന്ധികളുടെ അവസ്ഥകൾ, വളരെ പ്രതികൂലത്തിന്റെ അവസ്ഥകൾ, ഒന്നൊഴിയാതെ ഒന്നായി അനവിധ അവസ്ഥകൾ. പലപ്പോഴും ചിന്തിക്കും, ഈ പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ ഇനി അടുത്തതൊന്നില്ലായിരിക്കാം. എന്നാൽ അടുത്തത് അതിലും വലിയ പ്രതിസന്ധിയാണ് കർത്താവ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും നാം കയറുന്നതായ മലകൾ പലപ്പോഴും നാം ചിന്തിക്കും, എങ്ങനെ ഈ മല ഞാൻ കയറിത്തീരും, എങ്ങനെ ഞാൻ ഇതിന്റെ മുകളിൽ എത്തിത്തീരും. എന്നാൽ ദൈവം പറയുന്നുണ്ട്, ഞാനാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. നീ പോകുന്ന വഴി കുത്തനെയുള്ള വഴിയായിരിക്കാം, കൊടും പാറക്കൂട്ടമായിരിക്കാം. നീ ചിന്തിക്കും, ഞാൻ എങ്ങനെ കയറും. എന്നാൽ നമ്മെ വിളിച്ചതും വിശ്വസ്തനാണ്. നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി രക്തം ചിന്തി തന്ന യേശുവാണ്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ്. ആ മല കയറിയത് യേശുവാണ്. ആ കാൽവറി ക്രൂശിലേക്ക് അവനാണ് കയറിയത്. അങ്ങനെയെങ്കിൽ അവൻ നമുക്ക് വേണ്ടി കയറിയെങ്കിൽ അവനെ നാം പിന്തുടരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ അനവിധമായ അപമാനത്തിന്റെയും അനവിധമായ പല പ്രതിസന്ധികൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. പലരുടെയും പ്രതിസന്ധി വ്യത്യസ്തങ്ങളായിരിക്കാം. എന്നാൽ നമ്മൾ ഏറ്റവും അധികം ശോഭിക്കുവാൻ തക്കവണ്ണം ഞാൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അനവിധ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരു വലിയ കൂട്ടത്തെ നേടുവാൻ, ഒരു വലിയ കൊയ്ത്ത് നടത്തുവാൻ, അനേക ഭിക്ഷയാചിക്കുന്നവർ, അനാഥർ, വിധവർ, അല്ലെങ്കിൽ അനേക ചേരി പ്രദേശങ്ങളിലൂടെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട് ലോകം വിദ്വേഷിക്കുന്ന, ലോകം ഒരിക്കലും സ്വീകരിക്കാത്ത അനേകരെ നേടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ കൃപ നൽകിയത് അനേവിധമായ കണ്ണുനീരിന്റെയും വേദനയുടെയും അനവിധമായ രാത്രി രാമങ്ങളിൽ ആറിമറിയാതെ ഇരുന്ന് മുട്ടുമേൽ നിന്ന് കരയുവാനുള്ള ഭാഗ്യ പദവി കർത്താവ് നൽകിയതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നാം ഉണരുവാൻ തക്കവണ്ണം, നാം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം. ഒരുപക്ഷെ നാം ചിന്തിക്കും, ദൈവമേ ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ ഉപവസിക്കാം, ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ
സമയങ്ങളെ ചിലവഴിക്കാം. എന്നാൽ നമുക്ക് കഴിയാത്തതായി ഒന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും, ഈ ചേരി പ്രദേശത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ ദൈവസന്നിധി മുഴങ്കാൽ മടക്കുന്നു, അവർ കണ്ണുനീരൊഴുക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിന് പോലും അങ്ങനെ കഴിയുമെങ്കിൽ നമുക്ക് കഴിയാത്തതായി ഒന്നുമില്ല. എനിക്ക് ഗോൾ ബ്ലാഡറില്ല, പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്, അവൻ്റെ കൃപ കൊണ്ട് മാത്രം അങ്ങനെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം കഴിയുന്നുവെങ്കിൽ, ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിന് ദൈവം കൃപ തരും. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. നാം ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തക്ക വേണം. നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ച ആ വിളിയും തിരഞ്ഞെടുപ്പ് അധികം ഉറപ്പാക്കിക്കൊണ്ട്, കാരണം ഈ ലോകത്ത് നിത്യമായി ജീവിക്കുവാൻ തക്ക വേണം വിളിക്കപ്പെട്ടവരല്ല നാം. മറിച്ച് നാം ഈ ലോകം വിട്ട്, നാം ഈ ലോകത്ത് വെറും പരദേശികൾ, സഞ്ചാരികൾ, നാം ഈ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല, മറിച്ച് ഈ ലോകത്തെ നേടുവാൻ തക്ക വേണം സ്വർഗത്തിലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് അവിടുത്തെ സ്വർഗീയ രാജ്യത്തിൽ ജനിക്കപ്പെട്ട് ആ സ്വർഗരാജ്യത്തിന്റെ പൗരത്വമുള്ള നാം. ഈ ലോകത്തിന്റെ പൗരത്വം നമുക്കില്ല, എന്നാൽ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം നമുക്കുണ്ട്. നാം സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമുക്ക് ചെയ്തു തീർക്കുവാനുള്ള ചില ദൗത്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, നമ്മുടെ ഭവനമായിരിക്കാം, നാം ആയിരിക്കുന്ന സമൂഹമായിരിക്കാം, നാം ആയിരിക്കുന്ന സഭയായിരിക്കാം, നാം കണ്ടുമുട്ടുന്ന വ്യക്തികളായിരിക്കാം. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് ഏത് വ്യക്തിയും ഉപയോഗിക്കുവാൻ സാധിക്കും. സന്ധ്യ സിസ്റ്റർ പറഞ്ഞതുപോലെ 90% കാഴ്ചശക്തി എൻ്റെ ജീവിതത്തിലില്ല എങ്കിലും ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയുന്നുവെങ്കിൽ, അതിലധികം കൃപകളുള്ള, അതിലധികം യോഗ്യതകളുള്ള നിങ്ങളെ ഉപയോഗിക്കുവാൻ തക്കണം സർവശക്തന് ഒരു അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവത്തിന് നമ്മെ ഓരോരുത്തരും ഉപയോഗിക്കാൻ സാധിക്കും. നാം കർത്താവിനെ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, നാം വിശ്വസ്തരാകുന്നുവെങ്കിൽ, ബുദ്ധിയുള്ളവരാകുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഉണർന്നിരിക്കുന്നുവെങ്കിൽ, കാത്തിരിക്കുന്നുവെങ്കിൽ, ഓറിഖാനപരകതകല നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുന്നുവെങ്കിൽ, കാരണം ദൈവം നമ്മെ നോക്കുന്ന അനുസരണമാണ്. പഴയ നിയമമെല്ലാം ഞാൻ വായിക്കുമ്പോൾ പലപ്പോഴും എന്നെ ഭീതിപ്പെടുത്തുന്ന അനേക അനുഭവങ്ങളുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ എടുത്ത് ചാടി ചെയ്തതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികളിൽ പോയതുണ്ട്. ദൈവവചനം അതുപോലെ അനുസരിച്ചതുകൊണ്ട് എത്രയോ നന്മകൾ, എത്രയോ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ആത്മയുദ്ധത്തിലാണ്, അല്ലെങ്കിൽ നാം ഒരു പോരാട്ടത്തിലാണ്, നാം ഒരു ആത്മയുദ്ധത്തിലാണ്. നമുക്ക് ജയിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം ഈ യുദ്ധത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം ഈ യുദ്ധത്തിലായിരിക്കുമ്പോൾ ദൈവം പലപ്പോഴും നമ്മെ ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യാം, നമ്മെ പരിശോധിച്ച് നോക്കാം, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ പരിശോധിക്കാം. ദൈവം ഒരു കാര്യം പറയുമ്പോൾ നാം ഒന്നും ചിന്തിക്കാതെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ഉപവാസത്തോടെ പറയണം, കർത്താവേ, കരങ്ങളിലൂടെ ഉയർത്തി നാം പറയണം, എനിക്ക് കർത്താവേ കഴിവുകളില്ല, കൃപകളില്ല, എന്നാൽ നീ എനിക്ക് കൃപ തരണമെന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം നമുക്ക് കൃപ തരുവാൻ ഇടയായി തീരും. മോശയുടെ പുറകിൽ ഒരു വലിയ ഫറവോന്റെ സൈന്യമുണ്ടായിരുന്നു, മുൻപിൽ ചെങ്കടലുണ്ടായിരുന്നു, ചുറ്റും അവനെതിരായി നിൽക്കുന്ന വലിയൊരു സമൂഹം. എന്നാൽ മോശ മുട്ടുകുത്തുവാൻ തക്കവണ്ണം, ദൈവസന്നിധി കരമുയർത്തുവാൻ തക്കവണ്ണം, ചെങ്കടലിലേക്ക് കരം നീട്ടുവാൻ തക്കവണ്ണം, ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം, മനുഷ്യമുഖത്തേക്കല്ല ദൈവമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം കരം നീട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരിക്കലും സാധ്യതയില്ലാത്ത അസാധ്യമായ ഒരു കാര്യമാണ് ആ ചെങ്കടൽ. ഒരിക്കലും ഒരു മനുഷ്യനും വിഭാപിപ്പാൻ സാധ്യമല്ലാത്ത, ലോകരാജ്യങ്ങൾ മൊത്തം ചിന്തിച്ചാലും വിഭാഗിക്കാൻ സാധിക്കാത്ത അവിടെ വഴിയായ ചെങ്കടലിൽ വഴിയായ യേശു മോശയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം തീർച്ചയായും കർത്താവിനെ അനുസരിച്ചുകൊണ്ട് മുട്ടുമേൽ നിൽക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് കരം ഉയർത്തുന്നുവെങ്കിൽ, നമ്മുടെ കരം അധികാരത്തോടെ നീട്ടുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിൽക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം തയ്യാറുള്ള ആ ഒരു വ്യക്തിയിലൂടെ അസാധ്യമായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാനിടയായി തീരും. അസാധ്യമായ വാഗ്ദത്ത നിവർത്തീകരണം ദൈവം ചെയ്യുവാനിടയായി തീരും. അസാധ്യമായി വ്യക്തി ജീവിതങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ഈ നാളുകളിൽ നമുക്ക് ഉണരാം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. റീഖാനക രഗതകല ഓ റിബാനക സത്തുറാനക രഗതകല ഓ റിബാനക രഗതകല. കർത്താവായ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ഓ റബനഹത്തനാരക, ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ വഴിയാകുന്നവൻ പറയുന്നു, ഞാനാകുന്നു വഴി. ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ മാർഗമായിരിക്കുന്ന യേശു പറയുന്നു, ഞാനാകുന്നു മാർഗം. നാം ചിന്തിക്കും, ഹല്ലേലൂയ, ഈ ജീവിതം എങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും? ജീവനാകുന്നവൻ പറയുന്നു, ഞാനാകുന്നു ജീവൻ. ഓ, ജീവിക്കുവാൻ തക്കവണ്ണം ശക്തിയും ബലവും നൽകുന്നവൻ ഞാനാണ്. നമ്മെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഓ റിബാനക ഹത്തനാരക, നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാം. ഓ റിബാനക സത്തുറാനക രഗതകല ഓ रिबानग रेगदगला पवित्र पवित्र परमेश्वर यीशु मसीह, हम आपको धन्यवाद देना चाहते प्रभु जी सुंदर समय के लिए। परमेश्वर यीशु मसीह आपकी उपस्थिति में आने के लिए, परमेश्वर अलग अलग परमेश्वर जगह पर बैठ
बैठकर परमेश्वर के वचन को, कलाम को, अलग अलग अनुभव को सुन रहा है। परमेश्वर हमको, परमेश्वर ने हालेलुया परमेश्वर नीची अवस्था से प्रभु जी हमको कुछ नहीं जानते थे प्रभु जी, सुसमाचार नहीं पता था, हमको यीशु मसीह के बारे में नहीं पता था, परंतु परमेश्वर आपके बड़े परमेश्वर हालेलुया कार्य प्रभु जी आपको पहचानने के लिए प्रभु जी, वो जागृत रहने के लिए परमेश्वर, इंतजार में रहने के लिए, आपके सेवा के लिए, हमारे जिंदगी को समर्पण करने के लिए प्रभु परमेश्वर विश्वासी योग्यता में बुद्धिमान बनकर परमेश्वर हालेलुया आपके परमेश्वर हालेलुया एक एक बातों को मानने के लिए, आपके आज्ञाओं को उल्लंघन नहीं परंतु उसको मानकर परमेश्वर आपके कृपा, आपके अनुग्रह की शक्ति को प्राप्त करके आगे बढ़ने के लिए प्रभु जी आपने हम सबको भी इतना तक मदद किया। हमारा प्रार्थना है प्रभु जी वचन को सुनने वाले हर एक जीवनों में आपके परमेश्वर हालेलुया और खाना उपस्थिति परमेश्वर उत्तर कराने के लिए परमेश्वर हमारे कमर को बांध कर परमेश्वर हालेलुया हमारा दिया जलते रहने के लिए परमेश्वर, ये अंतिम परमेश्वर दिनों में परमेश्वर हालेलुया अंधकार में पाप में हालेलुया डूबा हुआ लोगों के बीच में परमेश्वर के लिए हालेलुया दिया के समान जलते रहने के लिए परमेश्वर जीवन के वचन को पालन करके हमारा जिंदगी परमेश्वर एक ज्योति के समान जलने के लिए परमेश्वर हमारे जीवन को समर्पण करते प्रभु जी, पाप के अंधेरे में डूबा हुआ लोगों को परमेश्वर यीशु के पास लेकर आने के लिए हमारा जिंदगी परमेश्वर एक परमेश्वर उजाला देने वाला, ज्योति देने वाला, परमेश्वर के प्रकाश को दुनिया के कोने कोने तक देने वाले एक जीवन होने के लिए हमारा जिंदगी को समर्पण करते परमेश्वर। आपके परमेश्वर हालेलुया भक्त लोगों के लिए धन्यवाद देते परमेश्वर, दासों के लिए, दासी लोगों के लिए हर एक को प्रभु जी आशीष दीजिए परमेश्वर हालेलुया। या पर हम प्रेयर लाइन को यीशु के हाथ में समर्पण करके प्रार्थना में उद्धार करते यीशु मसीह के पवित्र मीठे नाम से आमीन आमीन। परमेश्वर